ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. കഴിഞ്ഞ 9 വർഷം കൊണ്ട് സംസ്ഥാനത്ത് സ്റ്റാർട്ടപ്പ് മുഖേന 6,000 കോടി രൂപയുടെ നിക്ഷേപം എത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യാന്തര IT കമ്പനിയായ സോഹോ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ റെസിഡൻഷ്യൽ ക്യാമ്പസ് കൊല്ലം കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IT വ്യവസായത്തിൽ സംസ്ഥാനം വലിയ മുന്നേറ്റം കൈവരിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. വ്യവസായ മേഖലയ്ക്ക് ഗുണകരമായ രീതിയിലാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വികസിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ പഠന നേട്ട സർവേയിൽ കേരളത്തിന് മികച്ച നേട്ടം. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പഠനത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ വൻതോതിൽ മികവ് പ്രകടിപ്പിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 3, 6, 9 ക്ലാസുകളിലെ വിദ്യാർത്ഥികളിൽ ഭാഷ, ഗണിതം, പരിസര പഠനം, ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പഠനം നടത്തിയത്. എല്ലാ മേഖലകളിലും ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ് സംസ്ഥാന ശരാശരിയെന്നും മന്ത്രി വ്യക്തമാക്കി. ചെല്ലാനം ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണത്തിനുള്ള 306 കോടിയുടെ രണ്ടാം ഘട്ട പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം. 3.6 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് കടൽഭിത്തി നിർമ്മിക്കുന്നത്. പുതുക്കിയ ഭരണാനുമതി ഈ ആഴ്ച തന്നെ നൽകുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് തീരുമാനം. കിഫ്ബിയുടെ പദ്ധതിയായി തന്നെ കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ശ്രീ പി രാജീവ് പറഞ്ഞു. കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിക്ക് അനുമതി നിഷേധിച്ചെന്ന് ചൂണ്ടിക്കാട്ടി സർവകലാശാല രജിസ്ട്രാർക്ക് സസ്പെൻഷൻ. ഗവർണറോട് അനാദരവ് കാണിച്ചെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായതിനെ തുടർന്നാണ് രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതെന്ന് VC ഡോക്ടർ മോഹൻ കുന്നുമൽ വിശദീകരണം നൽകി. പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചതിനെ തുടർന്ന് പരിപാടിക്ക് രജിസ്ട്രാർ അനുമതി നിഷേധിക്കുകയും DGPക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ വൈസ് ചാൻസലർ അമിത അധികാരം ഉപയോഗിച്ചതായി മന്ത്രി R. ബിന്ദു പ്രതികരിച്ചു. ഗാർഹിക പീഡനത്തെ തുടർന്ന് നിലമേൽ സ്വദേശി വിസ്മയ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ ഭർത്താവ് കിരൺ കുമാറിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചു. കേസിൽ 10 വർഷം തടവാണ് കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി കിരൺകുമാറിന് ശിക്ഷ വിധിച്ചത്. ഇതിനെതിരെ നൽകിയ അപ്പീലിൽ തീരുമാനം വരുന്നതുവരെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നായിരുന്നു പ്രതിയുടെ ആവശ്യം. കടങ്ങോട് ആദൂരിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. തൃശൂർ മണ്ണൂത്തി വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ നായയുടെ സ്രവ പരിശോധനയിലാണ് പേവിഷബാധയുണ്ടെന്ന് കണ്ടെത്തിയത്. കോന്നി ആനത്താവളത്തിലെ കൊച്ചയ്യപ്പന് പിന്നാലെ ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെ മണികണ്ഠൻ എന്ന ആനയും ഇന്ന് ചരിഞ്ഞു. എരണ്ടക്കെട്ടിന് ചികിത്സയിലായിരുന്നു. സിനിമാ താരം KR വിജയ ശബരിമലയിൽ നടക്ക് സമർപ്പിച്ച കൊമ്പനെ പിന്നീട് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കുകയായിരുന്നു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ തിക്കിലും തിരക്കിലും 11 പേർ മരിച്ച സംഭവത്തിൽ IG വികാസ് കുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തീരുമാനത്തിനെതിരെ കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. വിഷയത്തിൽ അടിയന്തര വാദം കേൾക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറൽ ശശികിരൺ ഷെട്ടി ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ഹൈക്കോടതി നാളെ വാദം കേൾക്കും. കഴിഞ്ഞ മാസം IPL ക്രിക്കറ്റ് വിജയാഘോഷത്തിനിടെയാണ് അപകടമുണ്ടായത്. ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ. യശസ്വി ജയ്സ്വാളിന്റെ 87 റൺസാണ് ഇന്ത്യയ്ക്ക് മെച്ചപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. അതേസമയം 161 റൺസ് നേടുന്നതിനിടെ ഇന്ത്യയ്ക്ക് 3 വിക്കറ്റുകൾ നഷ്ടമായി. യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, കരുൺ നായർ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനായിരുന്നു ജയം. മരണശേഷം തനിക്ക് പിൻഗാമി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ ധരംശാലയിൽ 100-ലധികം സന്യാസിമാർ പങ്കെടുക്കുന്ന 3 ദിവസത്തെ സമ്മേളനത്തിന് മുന്നോടിയായാണ് ദലൈലാമ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. പുതിയ ദലൈലാമയെ പ്രഖ്യാപിക്കുന്നതിന് തങ്ങളുടെ അംഗീകാരം വേണമെന്ന് ചൈനയുടെ നിലപാട് തള്ളിയാണ് പ്രഖ്യാപനം. 600 വർഷം പഴക്കമുള്ള ടിബറ്റൻ ബുദ്ധിസത്തിനാണ് പുതിയ പിൻഗാമി ഉണ്ടാകുന്നത്. പാകിസ്ഥാനിലെ ഖൈബർ പത്തുൻഖ്വ പ്രവിശ്യയിൽ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. 11 പേർക്ക് പരിക്കേറ്റു. തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ സംഘടനയുടെ ഉസൂദ് ഉൽ ഹർബ് വിഭാഗം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഭരണഘടനയുടെ മറവിൽ RJDയും കോൺഗ്രസും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് BJPയുടെ മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ്. ബീഹാറിലെ പട്നയിൽ നടന്ന പാർട്ടി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ വളർച്ച ശ്രദ്ധേയമാണെന്നും 2029 അവസാനത്തോടെ പ്രതിരോധ ഉപകരണ കയറ്റുമതി 50,000 കോടി രൂപ കവിയുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.